ഹലോ, ഇന്ന് രാവിലെ നമുക്കിവിടെ പൂരിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു ഉള്ളി, നമ്മൾ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ 4 ഉരുളക്കിഴങ്ങ് നുറുക്കിയിട്ട് അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലിട്ട് 2 വിസിലടിച്ച് വെച്ചതായിരുന്നേ. ഇതിനിതാ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് അതൊന്ന് വഴണ്ടി വരുമ്പോൾ ആണ് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങാപ്പാൽ വേണം, അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. വേറെ മസാല ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ സ്റ്റൂവിന് തക്കാളി ചേർക്കുകയും ചെയ്യരുത്. തക്കാളി ചേർത്താൽ ഈ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് വേറെ മാറിപ്പോട്ടാ. അപ്പം അതുകൊണ്ടാണ് തക്കാളി ചേർക്കണ്ടെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം തന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലൊന്ന് മിക്സായി വരുമ്പോൾ അതൊന്ന് തിളച്ച് റെഡിയായി വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഇച്ചിരി ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കാരണം ഞാൻ ചപ്പ് ഇട്ടിട്ടില്ല. ഇട്ടില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇട്ടാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ലൂസായല്ലോ, ഒന്നും ഇല്ല കേട്ടോ, തിക്ക് കറി തന്നെയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ കറി നല്ല തിക്ക് കറിയായി മാറും. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല, അത് റെഡിയായി. ഇനിയിപ്പോൾ അത് ഞാൻ ചൂടോടെ പൂരി, ഞാൻ കറി ആദ്യം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പൂരി റെഡിയാക്കുക. അപ്പോൾ അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ എപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോഴും കറി ഫസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ടാണ് ഞാൻ പൂരി റെഡിയാക്കി എടുക്കുക. അതാ ഞാൻ പൂരി റെഡിയാക്കി എടുക്കണം. മോൾക്ക് 7 മണിക്ക് പോകണം കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് ടിഫിന് നമ്മൾ പൂരി തന്നെയാണ് കൊടുക്കുക. എന്നും ദോശ ഉണ്ടാക്കല്ലോ കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കി ഞാനിപ്പോൾ ഇന്ന് വിചാരിച്ചൊന്ന് പൂരിയാക്കാമെന്ന്. അപ്പോൾ അത് അവൾക്ക് ടിഫിനും ആക്കി റെഡിയാക്കുകയാണ്. അവൾക്ക് കഴിക്കാൻ ആദ്യം ഞാൻ പൂരിയും കറിയും ടേബിളിൽ കൊണ്ടുവച്ച് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഞാൻ ടിഫിന് റെഡിയാക്കണം. ടിഫിന് 4-5 പൂരി വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കറി നമ്മളെ പൂരിക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ വെള്ളപ്പം ഉണ്ടല്ലോ, വെള്ളപ്പത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തൊക്കെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇവൾക്ക് അധികം ചോറാണ് കേട്ടോ കൊടുക്കല്. അപ്പോൾ ഇന്നൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഓക്കെ, ബായ്.